ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കല്യാണി കേസിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് ചായയായിട്ട് അവിടേക്ക് കിരൺ വരുവാണ്. ആഹാ, കിരണേട്ടൻ ചായ ഉണ്ടാക്കിയോ? പിന്നല്ലാതെ ഉറങ്ങിക്കിടക്കുന്ന തന്നെ അമ്മേനെ വിളിക്കാൻ പറ്റുമോ? താൻ ഭയങ്കര പഠിത്തമാണല്ലോ, അതുകൊണ്ടൊരു ചായ ഉണ്ടാക്കി തരാമെന്ന് വിചാരിച്ചു, കുടിച്ചു നോക്ക് എന്ന് പറയുവാണ്. നന്നായിട്ടുണ്ടല്ലോ ചായ, പിന്നെ നന്നാവാതിരിക്കോ? തൻ്റെ അടുത്തുനിന്നല്ലേ ഞാനിതൊക്കെ പഠിച്ചത് എന്ന് കിരൺ പറയുവാട്ടോ. ആ സമയത്ത് കിരൺ ചോദിക്കുന്നുണ്ട്, എടോ താൻ എല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുവാണ്. ഇല്ല കിരണട്ടെ, എന്താന്ന് ചോദിക്കുമ്പോൾ എല്ലാം നാളെ കോടതിയിൽ താനൊരു കോമാളിയാവാൻ പാടില്ല, അതുകൊണ്ട് പറഞ്ഞതാണെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കിരണേട്ട. അഥവാ താനെങ്ങാനും വാദിക്കുമ്പോൾ തോറ്റുപോയി താൻ ജയിലിൽ പോവുകയാണെങ്കിൽ ഞാനൊരു ക്രിമിനലാവും, പക്ക ക്രിമിനൽ. പിന്നെ തൻ്റെ അനിയനെ ഞാൻ ഒരിക്കലും ജീവനോടെ വെച്ചേക്കില്ല എന്ന് പറയുവാണ്. കിരണേട്ട അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയണം. സത്യം പറഞ്ഞാൽ എനിക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ചെറുപ്പം മുതലുള്ളതാണ്. വിക്രവും കാദംബരി ചേച്ചിയൊക്കെ പഠിക്കുന്ന സമയത്തും എനിക്ക് ഒരുപാട് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കിരണേട്ട. അന്ന് എന്നെ കൊണ്ട് ബുക്ക് പോലും തൊടിപ്പിക്കില്ലായിരുന്നു എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ അയാൾ. അന്ന് മുതലൊരു കൊതിയായിരുന്നു, ബുക്സ് എപ്പോൾ കണ്ടാലും എനിക്ക് ഒരുപാട് പഠിക്കാനുള്ള ആക്രാന്തം മൂലമാണ് കിരണേട്ട സത്യം പറഞ്ഞാൽ ഞാൻ ഈ കേസ് എടുക്കാമെന്ന് തന്നെ വിചാരിച്ചത്. ഞാൻ ഒരുവിധം എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്, പിന്നെ വക്കീൽ നല്ല നല്ല പോയിന്റ്സ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, കോടതിയിൽ എങ്ങനെയൊക്കെയാണ് പറയേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുവാണ്. ആ സമയത്ത് കിരണോട് പറയുന്നുണ്ട്, കല്യാണി എനിക്ക് ഈ സൗണ്ട് കേട്ട് അധികം നാളൊന്നും ആയിട്ടില്ല കിരണേട്ടാ, കിരണേട്ടൻ അറിയാലോ, അതുകൊണ്ട് തന്നെ നാളെ ഈ സൗണ്ട് വെച്ചിട്ട് ഞാൻ എൻ്റെ അച്ഛനെ തോൽപ്പിക്കാൻ പോവാ, എന്നെ ഇത്രയും നാൾ പഠിപ്പിക്കാത്തതിലുള്ള പ്രതിഷേധം ഞാൻ കാണിക്കാൻ പോവാണ് എന്ന് പറയണം. തൻ്റെ ആത്മവിശ്വാസമൊക്കെ നല്ലതാണ്, എങ്കിലും എതിർഭാഗം വക്കീൽ ഭയങ്കര കേമനായിരിക്കും, അതൊന്നും കിരണേട്ട പേടിക്കേണ്ട കിരണേട്ട. എന്തായാലും തോൽക്കേണ്ടി വന്നാലും ഞാൻ പരമാവധി വാദിക്കും, കാരണം അവൻ്റെ ചെറുപ്പത്തിലുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാലോ എന്ന് പറയുവാണ്. ശരി എന്ന് പറയുക. അങ്ങനെ കിരൺ അവിടെ താൻ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പോവാണ്. കല്യാണി ഓരോരോ പോയിന്റ്സ് ബുക്സ് നോക്കി എഴുതിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ കാണിക്കുന്നത് വിക്രമിനെയാണ്. വിക്രം ബൈക്കിൽ അങ്ങോട്ട് ഹെൽമെറ്റ് ഒന്നും വെക്കാണ്ട് അങ്ങോട്ട് പോകുക കേട്ടോ. തൊട്ട് പിന്നാലെ പോലീസ് വണ്ടി ഹോൺ അടിക്കുന്നുണ്ടെങ്കിലും അതൊന്നും വിക്രം കേൾക്കുന്നില്ല, കാരണം അത്ര സ്പീഡിലാണ് വിക്രം പോണത്. പെട്ടെന്ന് പോലീസ് വണ്ടി വിക്രത്തിന്റെ കുറുകെ വന്ന് നിൽക്കുവാണ്. അതിനുശേഷം വിക്രത്തോട് ചോദിക്കുന്നുണ്ട്, എന്താടാ ഞങ്ങൾ ഇത്ര നേരം ഹോൺ അടിച്ചിട്ട് നീ ഒന്നും കേട്ടില്ലേ? എവിടെ ഹെൽമെറ്റ്? നിന്റെ ഹെൽമെറ്റും വെക്കാണ്ട് അങ്ങ് പോകുവാണല്ലോ ഓവർ സ്പീഡിൽ. ഹെൽമെറ്റ് ഉണ്ടല്ലോ സർ, എവിടെയുണ്ടെന്ന്? എടാ ഹെൽമെറ്റ് കാഴ്ച കാണാൻ വേണ്ടി വെച്ചിരിക്കുകയല്ല, അതിൻ്റെ തലയിലെടുത്ത് വെക്കണമെന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും സർ എത്രയാ ഫൈൻ എന്ന് ചോദിക്കുവാണ്. ആഹാ, ഫൈൻ എത്രയാണെന്നോ? അപ്പോൾ നിൻ്റെ കയ്യിൽ കുറേ പൈസ ഉണ്ടെന്ന് തോന്നണല്ലോടാ, എവിടെ നിന്ന് കിട്ടിയടാ നിനക്ക് പൈസ എന്ന് പോലീസുകാർ ചോദിക്കുമ്പോൾ, സാർ ഇപ്പോൾ എന്തിനാ എന്നെ തടഞ്ഞു നിർത്തിയത്? എനിക്ക് ഫൈൻ വേണമെങ്കിൽ ഞാൻ ഫൈൻ തരാം എന്ന് പറയുവാണ്. എടാ ഞങ്ങൾ നിന്നെ കൊണ്ടുപോകാനോ? എന്തിന്? സ്റ്റേഷനിലേക്കോ? ഞാനതിന് തെറ്റൊന്നും ചെയ്തില്ലല്ലോ സർ. അതേടാ, നീ തെറ്റൊന്നും ചെയ്തില്ല, കാരണം എന്താണെന്നറിയാവോ? നിന്റെ അച്ഛനും അതുപോലെ തന്നെ നിന്റെ അച്ഛമ്മയും കൂടി നിന്നെ നന്നായിട്ട് വളർത്തിയേക്കണം, പുണ്യാളനായിട്ട്. അതുകൊണ്ട് നീ ഒരു തെറ്റും ചെയ്യില്ല, നീ വെറുതെ ഒന്ന് വണ്ടി കയറടാ എന്ന് പറയുവാണ്. സർ ഇത് വളരെ തെറ്റാണ് കേട്ടോ എന്ന് പറയുമ്പോൾ, എന്ത് തെറ്റടാ? സർ കേസ് എന്നാന്ന് പറഞ്ഞാലേ നീ വണ്ടി കയറുള്ളൂ, മര്യാദയ്ക്ക് വണ്ടി കയറടാ എന്ന് പറയുവാണ്. അങ്ങനെ വിക്രത്തിനെ പിടിച്ച് വണ്ടി കയറ്റുവാണ്. വണ്ടി കയറാൻ വിക്രം പറയുന്നുണ്ട്, സർ നോക്കിക്കോ, ഇത് എന്തായാലും സാർ ചെയ്യണത് അത്ര ശരിയൊന്നുമല്ല എന്ന് പറയുമ്പോൾ, ശരിയാണ് തെറ്റാണെന്നൊക്കെ നീ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ നിനക്ക് മനസ്സിലാവും എന്ന് പറയുവാണ്. അങ്ങനെ വിക്രത്തിനും തൂക്കിക്കൊണ്ട് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുവാണ്. ഇതൊന്നും അറിയാണ്ട് പ്രകാശനും അച്ഛമ്മയും കൂട്ടിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ. അച്ഛമ്മ പറയുന്നുണ്ട്, എടാ നമ്മുടെ മകൻ നമ്മളെയും കൂട്ടിക്കൊണ്ട് വേറെ വീട്ടിലേക്ക് മാറുമെന്നൊക്കെ പറഞ്ഞല്ലോടാ, അവനിതിന് എത്രമാത്രം പണം എവിടെയാടാന്ന് ചോദിക്കുമ്പോൾ, എനിക്കറിയില്ലമ്മേ എന്ന് പറയുവാണ്. എന്തായാലും ഇവിടുത്തെ താടകയുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ശരണ്യ അങ്ങോട്ടേക്ക് വരുവാണ്. ദേടാ വന്നിട്ടുണ്ട് എന്ന് വിക്രത്തിനെ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ടും അച്ഛമ്മ. ആ സമയത്ത് ശരണ്യ പറയുന്നുണ്ട്, നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുവാണോ? അപ്പോൾ നിങ്ങൾ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? നിങ്ങൾ വളർത്തിയ മകനുണ്ടല്ലോ, അവന് പോലീസ് സ്റ്റേഷനില. പോലീസ് സ്റ്റേഷനിലോ എന്ന് പ്രകാശ് ചോദിക്കുമ്പോൾ, അതെ പോലീസ് സ്റ്റേഷനിൽ. അത് ഞാൻ അപ്പോഴേ പ്രതീക്ഷിച്ചാണ് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു പണി അവള് കൊടുക്കുമെന്ന്. ആ കല്യാണി കള്ളക്കേസ് കൊടുത്തായിരിക്കും അവള് എന്ന് പറയുവാണ്. ആ സമയത്ത് അച്ഛമ്മ പറയുന്നുണ്ട്, അതെ അവള് കള്ളക്കേസ് കൊടുത്തായിരിക്കും, നമ്മുടെ കുഞ്ഞുനാള് കോടതി വരാതിരിക്കാൻ വേണ്ടി കള്ളക്കേസ് കൊടുത്തായിരിക്കും എന്ന് പറയാണ്. ആ സമയത്ത് ശരണ്യ പറയുന്നത്, കള്ളക്കേസാണോ എന്ത് കേസാണെന്ന് അറിയില്ല, അവൻ ഒരുപാട് തെറ്റ് ചെയ്യണതുകൊണ്ട് ഏത് കേസിൽ അകത്തായെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ പ്രകാശം പറയുന്നുണ്ട്, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്കറിയാം എൻ്റെ മോന്, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇന്നലെ ആൽബി എന്ന് പറഞ്ഞ അവൻ്റെ തല ആരോ തല്ലി പൊട്ടിച്ചു, അവരുടെ വീട്ടിലെ സ്വർണ്ണം ഏതൊക്കെയോ ഒരു കള്ളം മോഷ്ടിച്ചു, അതിൻ്റെ വിക്രത്തിൻ്റെ തലയിലാക്കാൻ അവളുടെ ഉദ്ദേശം. മിണ്ടി അവളുടെ ഉദ്ദേശം. നോക്കിക്കോ, ഞാൻ വക്കീലിനെയും കൂട്ടിക്കൊണ്ട് ഇപ്പം തന്നെ പോവാം, അവനെ ഞാൻ ഇപ്പം തന്നെ ഇറക്കിക്കൊണ്ടുവരും എന്ന് പറഞ്ഞ പ്രകാശനോട് നിന്ന് കലിതുള്ളി പോകുവാട്ടോ.
അങ്ങനെ വിക്രമും പ്രകാശനും അതുപോലെ തന്നെ വക്കീലും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. വക്കീൽ പറഞ്ഞിട്ട് എന്നാലും സർ ഇതൊന്നും അത്ര ശരിയല്ല, സാഹചര്യ തെളിവുകൾ ഉണ്ടെന്ന് വെച്ചിട്ട് വിക്രത്തിനെ പിടിച്ച് ഇവിടെ ഇടാനായിട്ട് ആരധികാരമാണ് സാറിന് തന്നതെന്ന് ചോദിക്കുവാണ്. ആ സമയത്ത് പോലീസുകാരൻ പറയുന്നുണ്ട് സാഹചര്യ തെളിവാണെന്നുണ്ടെങ്കിലും അവൻ തന്നെയാണ് ഈ ചെയ്തതെന്ന് ഉറപ്പിക്കാൻ പറ്റുന്നത് പറയുമ്പോൾ എന്നാലും വലിയ തെളിവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് അയാളെങ്ങനെ ജയിലിൽ പിടിച്ചിരുന്നത് അത്ര നല്ല കാര്യമൊന്നും അല്ല സർ എന്ന് പറയാണ്. ഞങ്ങൾ അവനെ ഇറക്കാൻ വേണ്ടി വന്നത് ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ട്, അയാളെ ജാമ്യത്തിൽ വിടണം എന്ന് പറയുവാണ്. ആ സമയത്ത് പോലീസുകാരൻ വേറൊരു പോലീസുകാരനോട് പറയുന്നുണ്ട് ഇറക്കിക്കൊണ്ട് പാടോ അവനെ എന്ന് പറയുവാട്ടോ. അങ്ങനെ വിക്രത്തിനെ ഇറക്കിക്കൊണ്ട് വരുവാണ്. വിക്രത്തിനെ ഇറക്കിക്കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ വക്കീൽ പറയുന്നുണ്ട് ഇയാളെ കൊണ്ടുപോകാലോ അല്ലേ, സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരാളെ ജയിലിൽ പിടിച്ചിട്ടതിന് സാറിനെതിരെ കേസ് വരേണ്ടതാ എന്ന് പറയാണ്. ആ സമയത്ത് പോലീസുകാരനൊന്നും മിണ്ടണമൊന്നുമില്ല. ഇതിന്റെയൊക്കെ പിന്നിൽ അവളായിരിക്കും, ആ കല്യാണി, അവള് പറഞ്ഞിട്ടായിരിക്കും ഈ യജമാനൻ ഇങ്ങനെയൊക്കെ ചെയ്യണത് എന്ന് പ്രകാശൻ പറയണ്ട. എടാ മിണ്ടാതെ ഒപ്പിട്ട് പോവാൻ നോക്കടാ എന്ന് പറയുവാണ്. അങ്ങനെ പ്രകാശനും അതുപോലെ തന്നെ വിക്രം ഒപ്പിട്ടതിന് ശേഷം പ്രകാശനും അതുപോലെ തന്നെ വക്കീലും കൂടി വിക്രത്തിനെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുവാട്ടോ. പുറത്തേക്ക് ഇറങ്ങിയ വിക്രത്തിനോട് വക്കീൽ ചോദിക്കുന്നുണ്ട് എന്താണ് എടോ നാളെയാണ് കേസ് നടക്കുന്നത്, തന്നോടൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ശരിക്കും പറഞ്ഞാൽ കല്യാണം എന്നുള്ള പെണ്ണ് തന്നെ സംശയത്തിന്റെ പേരിലാണ് ഇതിന്റെ തന്നെ കേസിൽ കുടുക്കിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ചോദിക്കുവാണ് അതിന്റെ പേരിലാണ് ആ പെണ്ണ് തന്നെ അടിച്ചത്, ശരിക്കും താനാണോ അവിടെ മോഷണം നടത്തിയത്? അയ്യോ സാറേ എന്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പ്രകാശം പറയണ. അല്ല ഞാൻ ഇയാൾത്താ ചോദിച്ചത്, അല്ല നാളെ കോടതിയില് ശരിക്കും പറഞ്ഞാൽ വിക്രത്തിന് പെട്ടെന്ന് തന്നെ ജയിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്, കല്യാണി ശരിക്കും ജയിലിൽ പോകേണ്ട അവസ്ഥ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷെ ഇവൻ എങ്ങാനും ആണ് ആ മോഷണ ശ്രമം നടത്തിയെങ്കിലുണ്ടല്ലോ വാദി പ്രതിയാകുവേ, പിന്നെ കല്യാണി ഈസി ആയിട്ട് പുറത്തും പോകും, ഇവൻ അകത്തും കിടക്കും, അതുകൊണ്ട് ചോദിക്കുന്നതാണ് താനെങ്ങാനും ആണോ ആ മോഷണം നടത്തിയതെന്ന് ചോദിക്കുവാണ്. അയ്യോ സാറേ ഞാനൊന്നുമല്ല എന്ന് വിക്രം പറയണം. പക്ഷെ വക്കീലിന് ഏറെ കുറെ കാര്യങ്ങൾ മനസ്സിലായി. വക്കീല് വിക്രത്തിനെ ശരിക്കും അങ്ങോട്ട് നോക്കുവാണ്. സത്യം സാറേ ഞാനൊന്നും ചെയ്തില്ലെന്ന് പറയുമ്പോൾ ചെയ്തില്ലെങ്കിൽ തനിക്ക് കൊള്ളാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കേസ് തോറ്റു പോകുന്ന കാര്യം ഉറപ്പാണ് എന്ന് പറയുവാണ്. എന്തായാലും നമുക്ക് നാളെ കോടതി വെച്ച് കാണാം എന്ന് പറഞ്ഞിട്ട് വക്കീൽ അവിടെ നിന്ന് പോകുവാണ്. അതിനുശേഷം വക്കീൽ പോയിക്കുമ്പോൾ പ്രകാശൻ വിക്രത്തോട് ചോദിക്കണ്ടേ എടാ സത്യം പറയടാ നീ എങ്ങാനും ആണാടാ അവിടെ മോഷ്ടിക്കാൻ കയറിയതെന്ന് ചോദിക്കുമ്പോൾ അച്ഛാ ഞാനൊന്നുമല്ല എന്ന് പറയുമ്പോൾ ഹാവു ഇപ്പോഴെനിക്കൊരു സമാധാനമായത്, നീ കള്ളം പറയില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് നീയല്ല വേറെ ഏതൊരു കള്ളന് അവിടെ മോഷ്ടിക്കാൻ കയറിയത്, അതുകൊണ്ട് തന്നെ എന്താണ് അവളുടെ ഭർത്താവിന്റെ തല തല്ലി പൊട്ടിച്ചത് അയാളായിരിക്കും, എന്നിട്ട് എൻ്റെ മോന്റെ തല കുറ്റിയിടാൻ നോക്കിയത് എന്തായാലും എൻ്റെ മോനല്ലല്ലോ, സമാധാനമായി എന്നൊക്കെ പറയുവാട്ടെ നമ്മുടെ പ്രകാശൻ. വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പ്രകാശൻ വിക്രത്തെയും കൂട്ടിക്കൊണ്ട് പോകുവാണ്. ശേഷം കാണിക്കുന്നത് കല്യാണിനെയാണ്. കല്യാണി വക്കീലിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. വക്കീൽ ഒരുപാട് പോയിന്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വക്കീല് പറഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് കല്യാണി ഇതൊക്കെ പഠിച്ചെടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല, തൻ്റെ ഭർത്താവ് കിരണും അത്ഭുതമാണ് കേട്ടോ, താൻ ഇത്ര പെട്ടെന്ന് ഇതൊക്കെ പഠിച്ചെടുക്കുന്ന അയാളും വിചാരിച്ചില്ല, അയാൾക്കൊരു അത്ഭുതമായിട്ടാണ് തന്നെ തോന്നുന്നത് എന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട് സർ ചെറുപ്പം മുതൽ എൻ്റെ ആഗ്രഹമാണ് ഒരുപാട് പഠിക്കണമെന്ന്, അതിനുള്ള സാഹചര്യമൊന്നും എനിക്ക് ചെറുപ്പത്തിൽ ഉണ്ടായില്ല, കല്യാണം കഴിഞ്ഞിട്ടാ എൻ്റെ പാറുക് മോളും അതുപോലെ തന്നെ കിരണേട്ടനും കൂടി ഇംഗ്ലീഷൊക്കെ പറയാൻ പഠിപ്പിച്ചത്, അതുകൊണ്ട് തന്നെ എനിക്ക് പഠിക്കാൻ വല്ലാത്ത ആഗ്രഹമായതുകൊണ്ട് ഈ കേസിന് വേണ്ടിയിട്ട് സാർ തന്ന ബുക്സും കാര്യങ്ങളൊക്കെ ശരിക്കും ഞാൻ അങ്ങോട്ട് പഠിച്ചു സാർ. പിന്നെ കുറച്ച് പോയിന്റ്സ് കൂടി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എതിർഭാഗം വക്കീല് ജോർജ് എന്ന് പറഞ്ഞ വക്കീല, അയാൾ നല്ല കേമം വക്കീല, അതുകൊണ്ട് സൂക്ഷിക്കണം സർ, ഏത് വക്കീലാണെന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കും, പതറരുത് കല്യാണി എന്ന് പറയുവാണ് വക്കീൽ. ഇല്ല സർ ഞാൻ ഒരിക്കലും പതറില്ല, അവൻ്റെ ചെറുപ്പം മുതലുള്ള എല്ലാ കൊള്ളരുതായ്മയും എനിക്ക് നന്നായിട്ട് അറിയാലോ, മാത്രമല്ല എല്ലാ കാര്യങ്ങളും സാറിന് അറിയാവുന്നത് കൂടിയിട്ടല്ലേ, അതുകൊണ്ട് എല്ലാം കൂടി ഞാൻ അവിടെ വാദിക്കുന്നുണ്ട്, അവൻ ജയിലിൽ പോകാനുള്ള എല്ലാ സാഹചര്യവും ഞാൻ ഉണ്ടാക്കും സാർ, അഥവാ നേരെ തിരിച്ചാൽ സംഭവിക്കണമെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല സാർ, എന്തായാലും നാളെ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ അയാളുണ്ടല്ലോ അയാൾ അറിയാൻ പോവാ എൻ്റെ ശബ്ദത്തിൻ്റെ എന്നെ പഠിപ്പിക്കാത്തതിൻ്റെ ഒക്കെ ഉള്ള ഒരു തിരിച്ചടി എന്താണെന്നുള്ളത് എന്ന് പറയുവാണ്. ശരി സർ കല്യാണി എന്നാൽ നാളെ കോടതി കാണാം, ഞാൻ തൻ്റെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് വക്കീല് പറയണം. താങ്ക് യു സർ, ദേ കുറച്ചുകൂടി പോയിന്റ്സ് തനിക്ക് വേണ്ടി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പോയിന്റ്സും എഴുതി വെച്ച പേപ്പേഴ്സ് കല്യാണിയുടെ കൈ കൊടുക്കുമ്പോൾ കല്യാണി താങ്ക് യു സർ എന്ന് പറഞ്ഞിട്ട് ആ പേപ്പറും വാങ്ങിച്ചിട്ട് അവിടുന്ന് പോകുന്ന ഭാഗത്തോട് കൂട്ടാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.